വെൽക്കം ബാക്ക് ടു ജിനോ ടെക്ലോക്സ്. ജിനോ ടെക്ലോക്സിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് 1000 നന്ദി. നമ്മുടെ ചാനൽ ഏകദേശം ഒരു 40,000 ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏകദേശം ഒരു 76,000 കയ്യിലേക്ക് ഇപ്പോൾ ജസ്റ്റ് എത്തിയിട്ടുണ്ട്. സോ വളരെയധികം സന്തോഷങ്ങൾ. ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് അതിലൂടെ റിപ്ലൈ തരാൻ പറ്റും, പക്ഷേ എൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ പറ്റാറില്ല. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടപ്പോൾ ചേട്ടൻ്റെ റിവ്യൂ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജി എന്നൊക്കെ പറഞ്ഞ് കേട്ടു. എനിക്കറിയില്ല എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. എൻ്റെ റിവ്യൂസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. പുതിയ ചാനലല്ല, ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മളൊരു ഫുൾ ടൈം വ്ളോഗർ അല്ലാത്തതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം കുറച്ച് കാലം ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ PhDക്ക് മാറിയത്. അപ്പോൾ ആ ഒരു PhDയുടെ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്തിലാണ് നമ്മൾ വ്ളോഗിങ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴാണ് നമുക്ക് കൂടുതലും ഡിവൈസുകൾ കിട്ടി തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ റെഡ്മിയുടെ നോട്ട് 15 ഫോണിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 15 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ്. സോ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഒരു വൈറ്റ് ബോക്സിൽ റെഡ് കളറിൽ എഴുത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ നമ്മുടെ ഡിവൈസ് നോക്കി കഴിഞ്ഞാൽ റെഡ്മിയുടെ നോട്ട് 15 അല്ലെങ്കിൽ 15 Proൻ്റെ സെയിം ലുക്കാണ് വരുന്നത്. റെഡ്മി നോട്ട് 15നേക്കാളും കുറച്ചുകൂടി വിടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോർണേഴ്സ് ഒക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു പൗച്ച് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ഫോണിൽ വരുന്ന ഒരു പൗച്ചാണ്, ഒരു സിലിക്കൺ പൗച്ചാണ്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ പൗച്ച് കമ്പനി തരുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റാണ്. ഞാനത് ഇട്ടപ്പോൾ കറക്റ്റായിട്ട് വീണുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു പൗച്ച് ഇട്ടാൽ പോലും ഉപയോഗിക്കാൻ ഭയങ്കര സ്മൂത്താണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ബോക്സിൽ നിന്ന് ഒരു സ്റ്റിക്കറും ഒരു പേപ്പറും കിട്ടി. ഇതിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UV പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ബോക്സിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ചാർജിങ് കേബിളും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് ഗൈസ് നമ്മുടെ റെഡ്മി നോട്ട് 15 Pro Plus അൺബോക്സ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്. സോ നിങ്ങൾ അൺബോക്സിങ്ങിൽ കണ്ട പോലെ ഇതാണ് ഗൈസ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 15 Pro Plus എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്. എന്തൊരു വലിയ പേരാണല്ലേ. നമ്മൾ ഓൾറെഡി റെഡ്മിയുടെ നോട്ട് 15 നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നോട്ട് 15 Pro Plus റിവ്യൂ ചെയ്യാതെ എന്നുള്ളത്. നമുക്ക് ഇപ്പോഴാണ് ഡിവൈസ് കിട്ടിയത്, അതുകൊണ്ടാണ്. സോ നമ്മൾ ഈ ഒരു ഡിവൈസ് എടുത്തിട്ടുള്ളത് നമ്മുടെ ജപ്പാൻ സ്ക്വയറിനാണ്. സോ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാനും കൂടുതൽ ഡിവൈസുകളുടെ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാനോട് കൊടുക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഡിസൈനെ പറ്റി സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 15 Proൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിലും ഇത് പിടിക്കുമ്പോൾ കുറച്ചുകൂടി സുഖം തോന്നി. കാരണം വെച്ചാൽ ഇതിൻ്റെ കർവുകൾ, കോർണേഴ്സ് ഭയങ്കരമായിട്ട് കർവ് ചെയ്തിട്ടാണ് പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇത് ഒറ്റയടിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ OnePlusൻ്റെ 15R ഇല്ലേ, അതിൻ്റെ കോർണേഴ്സിലും നല്ല രീതിയിലുള്ള കർവ്സ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇത് കിട്ടിയത്. മാത്രമല്ല ഡിസ്പ്ലേ കാണാൻ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലാണ് മൊത്തത്തിൽ. ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു കർവ് ഉണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു കർവുണ്ട്. എന്നാൽ അത് നമ്മൾ സാധാരണ ക്വാഡ് കർവിൽ കാണുന്ന പോലെ അത്രയും കർവില്ല, ചെറിയൊരു കർവുണ്ട്. സോ ആ ഡിസ്പ്ലേയും ആ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു 4 ക്യാമറ സെറ്റപ്പ് പോലെ തോന്നിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഡിസൈനെ പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം, ക്യാമറ സെറ്റപ്പിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഓവറോൾ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് അടിപൊളിയാണ്. ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുക. പിന്നെ നമുക്ക് ബാക്കി നമുക്ക് വോളിയം ബട്ടൺസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ AI ബട്ടണോ അല്ലെങ്കിൽ അഡീഷണൽ ബട്ടണോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി പറയാനുള്ളത്, ഈ ഒരു ഫോണിന് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ഫോണ് ക്രഷ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണ് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഫോണ് ബെൻഡ് റെസിസ്റ്റൻ്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണ് 2.5 മീറ്ററിന് താഴെ വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. കാരണം ഇതൊരു ഡ്രോപ്പ് റെസിസ്റ്റൻറ്റ് ഫോൺ കൂടിയാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ ഇതൊരു ബീസ്റ്റാന്ന് പറയണം. ഇനി ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP66, IP68, IP69, IP69K വരെ റേറ്റിംഗ് ഉള്ള ഒരു കിഡിലൻ ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോണാണെന്ന് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതിന് കുറേ TUV സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് 24 മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോണ് 2 മീറ്റർ താഴെ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരുവിധ പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ. കാരണം അത്രയും വലിയൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് തോന്നിയിരിക്കുന്നത് IP69Kയിൽ. ഇത് സർട്ടിഫൈഡ് ആണ്. ഇത് എത്ര തവണ ടെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഈ ഒരു ഫോണ് 2 മീറ്റർ താഴെ കീപ്പ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നമ്മൾ വല്ല വഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോവാണ്, ആ സമയത്ത് ഈ ഫോൺ നമ്മുടെ വെള്ളത്തിൽ വീണു, വലിയ ആഴമൊന്നുമില്ല, ഒരു 2 മീറ്റർ വെള്ളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഒരു ദിവസം വേണമെങ്കിൽ അവിടെ കിടന്നോളൂ എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത് അണ്ടർ വാറണ്ടി വരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ പരീക്ഷിക്കരുത്. മേ ബി അണ്ടർ വാറണ്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ സൈഡിലെ ഗമ്മും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ട് ആ ഒരു സർട്ടിഫിക്കേഷൻ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർ വാറണ്ടിയിൽ മാത്രം നിങ്ങളിത് പരീക്ഷിക്കുക, അതിന് ശേഷം ഇത് പരീക്ഷിക്കാതിരിക്കുക. സോ അത്രയും ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണെന്നാണ് പറയുന്നത്. ഇത്രയും അടുത്ത കാലത്ത് നമുക്ക് ഇത്രയും ഒരു വാട്ടർ റെസിസ്റ്റൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടുള്ള ഫോണുകൾ അധികം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതായിരിക്കും ഒരു പക്ഷേ 24 മണിക്കൂർ 2 മീറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് പറയുന്ന ഫോൺ. ഇനി ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൽ 3 ക്യാമറ ഉള്ള പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. 3 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റ് ഉള്ള പോലെയാണ് തരുന്നത്. ബട്ട് ആക്ച്വലി ഇതിന് 2 ക്യാമറ മാത്രമേ സ്പെസിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് 200 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും. സോ ഈ ഒരു 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ നമ്മുടെ നോട്ട് 15 പ്രോയിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ഇതിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിലെ 200 മെഗാ പിക്സൽ ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. ഇത് ഒരു 200 മെഗാ പിക്സൽ സെൻസറാണ്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനും ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. OIS സപ്പോർട്ടുള്ള ഒരു ക്യാമറയാണിത്. അതുപോലെ തന്നെ അപ്പർച്ചർ വാല്യൂ വരുന്നത് 1.7 ആണ്. പിന്നെ നമ്മുടെ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ OIS ക്യാമറ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വൈഡ് ക്യാമറ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ 2 ക്യാമറ ആണുള്ളത്. എന്നാൽ മൂന്നാമത്തെ ക്യാമറ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊരു ഡെമ്മി ഫീലാണ് വരുന്നത്, എന്തോ ഒരു ഡിസൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ക്യാമറയെ പറ്റി സംസാരിക്കാനുള്ളത്. ക്യാമറയുടെ ക്വാളിറ്റി, ഫോട്ടോ ആൻഡ് വീഡിയോ ക്വാളിറ്റീസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോൻ്റെ ക്വാളിറ്റി. നോർമൽ ഫോട്ടോനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് പോർട്രേറ്റ് സെൽഫീസ് ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് 200 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസാണ്. 200 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഏകദേശം നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 30 MB 40 MB അടുത്ത് സൈസ് വരുന്നുണ്ട്. ഇതിന്റെ റിയൽ ക്ലാരിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ 200 മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് നോക്കണം. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ആ ഫോട്ടോയിലും കിട്ടും. അതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ ലെൻസ് ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് ഈ ഫോണിൽ വലിയതായിട്ട് തോന്നിയില്ല. പിന്നെ വൈഡ് റിയർ ക്യാമ വെച്ചിട്ട് ഇതുപോലെ ഫോൺ തിരിച്ചു പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നൈസ് ഫോട്ടോസ് കിട്ടൂട്ടാ. പിന്നെ റിയർ ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ 2x സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഇതുപോലുള്ള നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ ഗൈസ്, ഇപ്പോൾ സമയം 5:45 വൈകിട്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ റൂഫ് ടോപ്പിൻ്റെ മുകളിലാണ്. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്, നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്ന വീഡിയോ സാമ്പിൾസ്. പിന്നെ ഞാനൊരു ഓപ്പൺ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നോയ്സ് ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു നോയ്സിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വോയിസ് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ മൈക്ക് ഞാൻ മുന്നേ വെച്ചിട്ടുള്ളതാണ്. ഇത് ഈ മൈക്ക് കൂടെ എല്ലാം ഓടി വരുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ഓഡിയോ ആണ് കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണത്തെ. അപ്പോൾ അത്യാവശ്യം ചെറിയ വ്ളോഗിംഗ് പരിപാടിക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോണായിട്ട് തോന്നി. വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു റിസൾട്ട് ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ സിനിമാറ്റിക് വീഡിയോയുടെ സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. നമ്മുടെ റിയൽമിയുടെ ചില ഫോണുകളിൽ, ഈ ഒരു ചിപ്സെറ്റ് വരുന്ന ഫോണുകളിൽ നമുക്ക് സിനിമാറ്റിക് വീഡിയോയുടെ സപ്പോർട്ട് വന്നിരുന്നു. പോർട്രേറ്റ് വീഡിയോ എന്നൊക്കെ പറയുന്ന പരിപാടി വന്നിരുന്നു. എന്നാൽ ഇതിൽ അതൊന്നുമില്ല, ജസ്റ്റ് സാധാരണ വീഡിയോ മാത്രമേ ഉള്ളൂ. HD 60 FPS സപ്പോർട്ട് ഉണ്ട്, അതന്നെ വലിയ കാര്യം. പിന്നെ ഞാൻ ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴും എന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. എനിക്ക് പല മോഡൽസിനെ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ടൈമിൻ്റെ പ്രശ്നം കാരണം ബാക്കി കുറച്ച് തിരക്കിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ തന്നെ ആയിരിക്കും ഡെയിലി മോഡലായിട്ട് കാണുന്നുണ്ടായിരിക്കുക. സോ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മോഡൽസിനെ മാറ്റാം. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി. സോ ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ റെഡ്മി നോട്ട് 15 Pro പ്ലസിൻ്റെ റിയർ ക്യാമറയിൽ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് HD 30 FPS HD 60 FPS നമുക്ക് HD 30ലും 60ലും സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ 60 FPS സപ്പോർട്ട് വരുന്ന വീഡിയോ ആണ്. പിന്നെ നമുക്ക് 4Kയിലും വീഡിയോ എടുക്കാം. 4Kയിൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് 30 FPS സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. ഒരു പക്ഷേ നല്ല ബിറ്റ് റേറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇതേ സെയിം ചിപ്സെറ്റ് വരുന്ന ചില ഫോണുകളിൽ നമുക്ക് 4K 60 FPS സപ്പോർട്ട് കിട്ടാറുണ്ട്. ബട്ട് അതിലൊക്കെ ബിറ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കുറച്ചുകൂടി ബിറ്റ് റേറ്റ് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി 4K 30 FPS സാമ്പിൾ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്ക് ആ ഒരു 4K 30 FPS ഡിഫറൻസ് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ആ ഒരു 30 FPS ആയതുകൊണ്ട് തന്നെ ആ വീഡിയോൻ്റെ സ്മൂത്ത്നെസ് കുറവാണ് 4Kയിൽ. ബട്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. സോ 4K വീഡിയോൻ്റെ സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. സോ അഗെയിൻ നമ്മുടെ HD 60 FPS വീഡിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ റിയർ ക്യാമറ വീഡിയോ ക്വാളിറ്റി വേറെ ലെവലാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെയിം ചിപ്സെറ്റുള്ള ചില ഫോണുകളിൽ നമുക്കിതിൽ എന്താ പറയുക പോർട്രേറ്റ് മോഡ് വീഡിയോ വരാറുണ്ട്. എന്നാൽ ഇതിൽ അതില്ലെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഫോക്കസ് ആയിട്ട് റിയറിൽ കുറച്ച് ബ്ലറൊക്കെ വരുന്ന പോലത്തെ സെറ്റപ്പ് ഓൾറെഡി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല. സോ HD 60 FPS റിയർ ക്യാമറയിലുള്ള വീഡിയോ വേറെ ലെവലാണ്, സൂപ്പറാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഓൾമോസ്റ്റ് ക്യാമറ സെറ്റപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ 200 മെഗാ പിക്സൽ ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെലിഫോട്ടോയിൽ എടുത്തൊരു എഫക്റ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഫോട്ടോ എടുത്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്യാൻ നടക്കേണ്ടി വരുന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ 200 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 31 MB ആണ് സൈസ് വരുന്നത്. അപ്പോൾ തന്നെ അതിലത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏകദേശം
12 MP അതുപോലെ തന്നെ 24 MP ആയിരിക്കും നമുക്ക് ഫോട്ടോ വരുന്നുണ്ടായിരിക്കുക. നമ്മൾ 200 മെഗാപിക്സലിൻ്റെ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോ മോഡലിൽ പോയിട്ട് അവിടെ നമ്മൾ 200 മെഗാപിക്സൽ റെസൊല്യൂഷൻ മാറ്റിയാലാണ് ആ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുള്ളൂ. റിയർ ക്യാമറയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും വേറെ ലെവലായിട്ട് തോന്നി, ഒന്നും പറയാനില്ല, കിടുക്കാച്ച ഫോട്ടോസാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണുകളിലേക്ക് പോകണേക്കാൾ മുന്നേ നമ്മൾ ഈ ഒരു മിഡ് റേഞ്ച് ഫോണുകൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം പോയാൽ മതി. കാരണം നിങ്ങൾ ചിപ്സെറ്റിലെ പെർഫോമൻസ് കുറച്ച് കുറവ് എന്നുള്ളത് നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വലിയൊരു ഫാക്ടറായിട്ട് വരുള്ളൂ. അതർവൈസ് നോർമൽ വീഡിയോ, ഫോട്ടോഗ്രാഫി, ഡെയിലി യൂസിനൊക്കെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും ബെറ്റർ. സോ ഇത് ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമ്മുടെ ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ 8 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറയിലുള്ള വീഡിയോ സാമ്പിൾ. ഒരെണ്ണം 200 മെഗാപിക്സലും ഒരെണ്ണം 8 മെഗാപിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഒരു നോർമൽ റേഞ്ചായിട്ട് തോന്നിയുള്ളൂ. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6500 mAh സിലിക്കൺ കാർബൺ ടെക്നോളജി ഉള്ള ഹൈ ഡെൻസിറ്റി ബാറ്ററിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. 6500 mAh. ഇതിലൊരു സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ബാറ്ററിക്ക്. 1600 സൈക്കിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. നോർമലി ഒരു 1 ഇയർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു 364 സൈക്കിൾസ് ഒക്കെയാണ് വരുള്ളൂ ഒരു ദിവസം നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ. ഈ ഫോണൊക്കെ ആക്ച്വലി നമുക്ക് ഓരോ ദിവസം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇയർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 364 വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് നോക്ക്, എന്തായാലും ഒരു 4 വർഷത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. 1600 ചാർജിങ് സൈക്കിൾസ് ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. നമുക്ക് പെർഫോമൻസ് സൈഡിലേക്ക് കിടക്കണമെങ്കിൽ മുന്നേ 2 കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി. ഈ ഒരു ഫോണിൽ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ ടൈറ്റാൻ ടഫ് എന്നാണ് അവർ വിളിക്കുന്നത്. ബട്ട് ഞാൻ ചെക്ക് ചെയ്തൊക്കെ സമയത്ത് ഇതിൽ ടൈറ്റാനിയം ഫ്രെയിം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല. മേ ബി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ 7 സീരീസിലെ ലേറ്റസ്റ്റ് പ്രോസസ്സറാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ആയതുകൊണ്ട് നമുക്ക് ഇതിൽ HDയിൽ 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ 4K നമുക്ക് 30 FPS തന്നെ കിട്ടുന്നുള്ളൂ. ഫ്രണ്ട് ക്യാമറയിലും HDയിൽ നമുക്ക് 30 അല്ലെങ്കിൽ 60 FPS റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൽ 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്നുള്ള അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ലെവൽ ഗെയിമിംഗ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോങ് ടൈമിലേക്ക് കളിക്കുമ്പോൾ മാത്രമേ ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അഡ്രിനോൻ്റെ 810 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സും കുഴപ്പമൊന്നുമില്ല. സോ ഈ ഒരു ഫോൺ ഗെയിമിങ്ങിന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിഫറൻറ്റ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 8GB റാമിൽ 256GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 12GB റാമിൻ്റെ ഒരു വെർഷൻ വരുന്നുണ്ട്. 12GB റാമിൽ തന്നെ നമുക്ക് 256GBയുടെയും അതുപോലെ തന്നെ 512GBയുടെയും സ്റ്റോറേജ് സപ്പോർട്ടുള്ള ഡിവൈസുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 2.2 ആണ്. റാമിൻ്റെ ടൈപ്പ് അങ്ങനെ പ്രോപ്പറായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. മേ ബി അതൊരു LPDDR4X റാം അങ്ങനെ ആവാനാണ് സാധ്യത. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ നമുക്ക് റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട്. അതും 22.5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള BBKയുടെ വലിയ ഫോണുകളിൽ പോലും ഇത്രയും വലിയൊരു റിവേഴ്സ് ചാർജിങ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാർജർ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജിങ് ഫെസിലിറ്റി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫോണുകളൊക്കെ നമുക്ക് നോർമൽ ചാർജിങ്ങിൽ, ഫാസ്റ്റ് ചാർജിങ് അല്ല നോർമൽ ചാർജിങ്ങിൽ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. സപ്പോസ് നമ്മുടെ ഫ്രണ്ടും നമ്മളും കൂടി എവിടെയെങ്കിലും ട്രിപ്പിന് പോയി, അവൻ്റെ ഫോണിന് ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഇല്ല, അവൻ്റെ ഫോൺ കുറച്ചൊരു നോർമൽ ഫോണാണ്, അവന് കുറച്ച് ചാർജ് അർജൻറ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ അവൻ്റെ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് പോലുള്ള നോർമൽ ചെറിയ ഡിവൈസുകളൊക്കെ ഈ ഒരു ഫോൺ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് എത്ര ദിവസം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഒരു 2 ദിവസമൊക്കെ നമ്മൾ നോർമൽ ചാർജിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നമുക്കറിയുമ്പോൾ 7000 mAh ഒരു ബാറ്ററിയുള്ള ഒരു കാലമാണ്. എന്നാലും ഈ ഒരു 6000 mAh ഒട്ടും മോശമല്ല. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഫോണിന് നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.85 ഇഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഡ്ത്ത് കൂടിയ നല്ലൊരു ഹ്യൂജ് ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് ഡിസ്പ്ലേ തോന്നുന്നത്. എന്നാൽ ഫോൺ കമ്പാരിറ്റീവ്ലി സ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ എത്ര വലുതായതുകൊണ്ട്, ഫോൺ എത്ര വലുതായതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ അതാണ് ഏറ്റവും ഫസ്റ്റ് പറയാനുള്ള ഒരു പ്രത്യേകത. പിന്നെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ചിട്ട് ആ ഒരു റെസൊല്യൂഷൻ അത്യാവശ്യം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോമിയുടെ HyperOS 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്, അത്യാവശ്യം സ്മൂത്ത് ആണ്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോഴും അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തോന്നി. ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാനാണെങ്കിലും അടിപൊളിയാണ്. ഒരുപാട് AI സപ്പോർട്ട് വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ജെമിനയുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും വരുന്നുണ്ട്. അതുകൂടാതെ ലൈവ് ട്രാൻസ്ലേഷൻ, ലൈവ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ അവിടെയും കുറേ ബ്യൂട്ടിഫിക്കേഷൻ ഫീച്ചേഴ്സ്
ഫീച്ചേഴ്സ് വരുന്നുണ്ട്, AI ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, AI ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികൾ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ നോർമൽ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലെ പോലെ തന്നെ നമുക്ക് ഫോട്ടോയിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള AI സപ്പോർട്ടും വരുന്നുണ്ട്. സോ അത്യാവശ്യം AI പരിപാടികളും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഡുവൽ ഓഡിയോ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ലൗഡർ ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൗഡ്നെസ് കൂട്ടാനായിട്ട് ഏകദേശം 400% വോളിയം ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ റെഡ്മി നോട്ട് 15 പ്രോയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300% കൂട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. എന്നാലും സ്പീക്കർ അത്യാവശ്യം സെറ്റാണ്. കുറച്ച് ട്രബിൾ കൂടിയ പോലത്തെ ഒരു ഫീലാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള മ്യൂസിക് ഇടുമ്പോൾ അത് ബാലൻസ് ആയി പോകുന്നുണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ USB പോർട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഓഡിയോ സൈഡിൽ നിന്നും ഒരുവിധം സെറ്റാണ്. പിന്നെ പെർഫോമൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം വിട്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ട് നമ്മുടെ ഇതിൽ വരുന്ന കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഷവോമിയുടെ ഐസ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റമാണ്. നമുക്കൊരു 3D സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതിൽ നമ്മുടെ സോളിഡ് ആൻഡ് ഗ്യാസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം പരിപാടികളൊക്കെയാണ് നമ്മുടെ ഷവോമിയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഗെയിം ഒരുവിധ സമയത്തൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. സോ ഷവോമിയുടെ ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റത്തിൽ ഏകദേശം 5200 mm സ്ക്വയറിൽ സൈസുള്ള ഒരു കൂളിംഗ് സർഫസ് ആണ് വരുന്നത്. സോ അത് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിന് കുറച്ച് ലോഡ് കൂടുതൽ വന്നാൽ പോലും ഹീറ്റിങ്ങിൻ്റെ കേസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം ബോഡി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡ്യൂറബിൾ ഫോൺ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മദർ ബോർഡ് അത്യാവശ്യം തിക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഒരു മൾട്ടി ലെയേർഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർപ്ഷൻ നടക്കുന്നത്. പിന്നെ ഷവോമി എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ് ഷവോമിയുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫോണിൽ നമ്മൾ സിം ഇട്ടിട്ടുണ്ട്, നമ്മൾ ഷവോമിയുടെ അക്കൗണ്ടിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ റേഞ്ച് ഇല്ലാത്ത സിറ്റുവേഷനിലും ഒരു ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ പോലത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ ഈ ഒരു ഷവോമിയുടെ ഈ ഒരു ഫോൺ വർക്ക് ആവുമെന്നാണ് പറയുന്നത്. സോ ഇത് കൂടുതലും ട്രാവലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അതിന് ഇവരെന്നെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ആൻറ്റിനയാണ്. അതായത് ഒരു ആൻറ്റിന സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. T1S ട്യൂണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിന, ഇൻ്റലിജൻറ്റ് ആൻറ്റിന സെറ്റപ്പാണ് നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത്രയും ഒരു റേഞ്ച്. പിന്നെ ഓൾറെഡി നമ്മുടെ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് പിടിക്കും. റേഞ്ചിൻ്റെ കേസിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, റെഡ്മിയുടെ അല്ലാത്തൊരു ഫോൺ അല്ലെങ്കിൽ ഷവോമിയുടെ അല്ലാത്തൊരു ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കും സെയിം നെറ്റ്വർക്കാണ്, അവർക്കും സെയിം നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. അവർക്ക് കുറച്ച് കൂടുതൽ റേഞ്ചുള്ള പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഷവോമിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതൊക്കെ ഈ പറയുന്ന റേഞ്ചിൻ്റെ കേസിലുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. സോ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടും കൂടി നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്കായിട്ട് പറയാനുള്ളത്. ഇനി ഈ ഒരു ഫോണിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിനുശേഷം ഈ ഒരു ഫോൺ ആർക്കായിരിക്കും സ്യൂട്ടബിൾ എന്ന് കൂടി പറയാം. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 8GB 256GB വേരിയൻറ്റിന് ഏകദേശം ഒരു 38,000 രൂപയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 12GB 256 ഒരു 40,000 രൂപയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 12GB 512GB വേരിയൻറ്റിന് നമുക്ക് ഏകദേശം ഒരു 45,000 റേഞ്ചും വരുന്നുണ്ട്. എന്നാൽ ഇത് ഓഫറുകളും കാര്യങ്ങളൊക്കെ കാരണം പല ഷോപ്പിലും പല സൈറ്റിലും ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രൈസാണ് ഇതിൻ്റെ പ്രൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. ഇതാണ് ഇപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്ന പ്രൈസ്. മേ ബി നമ്മുടെ ജപ്പാൻ സ്കോറിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ റേറ്റിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓഫറുകളുണ്ട്. നിങ്ങൾ EMI വെച്ചിട്ട് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ പ്രൈസ് ഹൈക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജപ്പാൻ സ്കോറിന് കോൺടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം എന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ചിപ്സെറ്റാണ്. ഇതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. സോ നോർമലി ആ ഒരു ചിപ്സെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചിപ്സെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചിപ്സെറ്റിൽ 7 സീരീസ് ആണെങ്കിൽ പോലും ഇപ്പോൾ 4K 60 FPS ഒക്കെ നമ്മുടെ BBKയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഫോണുകളും വരാറുണ്ട്. അതായത് നമ്മുടെ വിവോ, ഓപ്പോ, അതുപോലെ OnePlus ഇവരൊക്കെ ഫോൺ ഇറക്കുകയാണെങ്കിൽ ഈ പറയുന്ന 7S Gen 4 ആണ് ചിപ്സെറ്റ് എങ്കിൽ അതിൽ 4K 60 FPS വീഡിയോ വരാറുണ്ട്. എന്നാൽ ഇതിൽ 4K 30 FPS സപ്പോർട്ടേ വരുന്നുള്ളൂ. അതൊരു ലിമിറ്റേഷനായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു ചിപ്സെറ്റിന് അതിന് കപ്പാസിറ്റി ഉണ്ട്, എന്നിട്ട് പോലും അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അവർ ജസ്റ്റ് ഇപ്പോഴും 4K 30 FPS ഇട്ടേക്കണേ. അപ്പോൾ അതൊരു പക്ഷേ കുറച്ചുകൂടി ബിറ്റ് റേറ്റ് കൂടിയിട്ടുള്ള 4K ആയതുകൊണ്ടായിരിക്കും അവർ 60 ഫ്രെയിം പെർ സെക്കൻഡ് കൊടുക്കാഞ്ഞത്. അത് നമുക്കറിയില്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല, അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. എന്നിരുന്നാലും ഒരു 4K 60 FPS അവർ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. രണ്ടാമത്തെ കേസിൽ വന്നിരിക്കുന്നത് UFS 2.2 ആണ്. സോ അത് കുറച്ചുകൂടി നന്നാക്കാനും തോന്നി. അതുപോലെ തന്നെ LPDDR4X റാമിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. LPDDR5X ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് പെർഫോമൻസ് സൈഡിൽ നിന്ന് തോന്നിയത്. എന്നാലും ഇത് അത്യാവശ്യം നല്ല അടിപൊളി ചിപ്സെറ്റാണ്. ഗെയിം കളിക്കാനാണെങ്കിലും ഡെയിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാനാണെങ്കിലും പരിപാടികൾ ചെയ്യാനാണെങ്കിലും ചിപ്സെറ്റ് വേറെ ലെവലാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് നമുക്ക് ഈ ഒരു സെയിം പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടിയും അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് പറയുന്നു. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ ഒരു
200 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതിന് പകരം ചെറിയൊരു ടെലിഫോട്ടോ ലെൻസ് ഒരു 50 മെഗാ പിക്സലിന് കൂടി ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം ഓൾറെഡി ഇവിടെ ഒരു ഡെമ്മി സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ അല്ലെങ്കിലും ആഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, കിട്ടില്ലെന്ന് പറഞ്ഞാൽ 100-ൽ 110 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. IP69 ക്യാൻ്റെ റേറ്റിംഗ്, 24 മണിക്കൂർ 2 മീറ്റർ താഴെ വെള്ളത്തിൽ നിങ്ങൾ ഇട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്. അതുപോലെ തന്നെ ഡസ്റ്റ് കുഴപ്പമില്ല, ഡ്രോപ്പ് കുഴപ്പമില്ല, ബെൻഡ് കുഴപ്പമില്ല, ക്രഷ് കുഴപ്പമില്ല എന്നീ റേറ്റിംഗ്സ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കേസിൽ വേറെ ലെവലാണ്, അതിൽ യാതൊരു കുറ്റം എനിക്ക് പറയാനില്ല. പിന്നെ നമുക്കിതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല, ബട്ട് അതെനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം വയർലെസ് ചാർജിങ് സപ്പോർട്ടൊന്നും ആരും വലിയ രീതിയിലൊന്നും ഉപയോഗിക്കാറില്ല. ഈ ഒരു ഫോൺ, ഈ ഒരു മിഡ് റേഞ്ച് ഫോണുകൾ എടുക്കുന്ന ആൾക്കാർ എത്രത്തോളം വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കും, എത്രത്തോളം വയർലെസ് ചാർജിങ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ സെറ്റാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഈ ഒരു ഫോൺ ആർക്കായിരിക്കും ബെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഈ ഒരു ഫോണ് നിങ്ങൾ റഫ് യൂസിന് വേണ്ടിയിട്ടാണ് ഒരു ഫോൺ നോക്കുന്നത്, എന്നാൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ഫീൽ തരുന്ന എല്ലാവിധ സെറ്റപ്പുള്ള ഒരു ഫോൺ വേണം. നിങ്ങളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഡെയിലി ഡ്രൈവിംഗ് ചെയ്യുന്ന പ്രൊഫഷനിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഔട്ട്ഡോർ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഫോൺ അത്ര കെയർ ചെയ്യാൻ പറ്റില്ല. പോട്ടെ, ഇനി നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ റിലേറ്റഡ്, നിങ്ങളുടെ ഫോൺ ഇടയ്ക്ക് നനയാൻ ചാൻസ് ഉണ്ട്, വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ എന്താ പറയുക വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളിപ്പം ഈ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരോ അങ്ങനെ ആ ഒരു ടൈപ്പ് ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോണാണ് ഇതെന്ന് പറയും. കാരണം അത്രയും കിഡിലൻ റേറ്റിംഗിൽ ഇറക്കിയിട്ടുള്ള ഒരു ഫോണാണ് ഷവോമിയുടെ. IP69K റേറ്റിംഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഈവൻ കേസ് ഇടാണ്ട് ഉപയോഗിച്ചാൽ പോലും വലിയ രീതിയിലുള്ള ഡാമേജ് ഇത് താഴെ വീണ് കഴിഞ്ഞാൽ സംഭവിക്കില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ബട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കേസ് ഉപയോഗിക്കണം. കാരണം നമ്മുടെ ബോക്സിൽ ഓൾറെഡി കേസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ എന്തൊക്കെ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അതിന്. 1 ഇയർ വരെ നിങ്ങൾ പേടിക്കേണ്ട, അത് കഴിഞ്ഞ റിസ്ക് ഫാക്ടർ ഉണ്ട്, നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിരുന്നാലും ഈ ഒരു ഫോൺ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണായിട്ട് തോന്നി. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസിൻ്റെ ഫസ്റ്റ് കാലഘട്ടങ്ങളിലെ മോഡൽസിൻ്റെ ഒക്കെ ആ ഒരു പെർഫോമൻസിനെ ഓവർകം ചെയ്ത് വരുന്ന പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ 7 സീരീസ് ചിപ്സെറ്റ് വരുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് വിഷയമാണ് കേട്ടോ. 2 ദിവസം നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാറ്ററി ബാക്കപ്പ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഷവോമി പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ, നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 25 മണിക്കൂർ വരെ അതിന് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കോളിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം 35 മണിക്കൂർ കോളിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള പർപ്പസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, മൾട്ടിമീഡിയ കൺസംപ്ഷൻ ഒരുപാട് വേണം, കോളിംഗ് ഒരുപാട് വേണം, ഒരു നോർമൽ പ്രീമിയം ലുക്കുള്ളൊരു ഫോൺ വേണം, ബിൽഡ് ക്വാളിറ്റി അടിപൊളി ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഫോണായിരിക്കും മക്കളിത്. യാതൊരു സംശയമില്ല, നിങ്ങൾ എടുത്തോളൂ. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, കാർഡ് ഓഫറുകളും അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ, നോ കോസ്റ്റ് EMI കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളത് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഫോണിൻ്റെ പ്രൈസുകൾ മറ്റ് സെഗ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുക. പിന്നെ റെഡ്മിയുടെ നോട്ട് 14 Pro Plus എന്ന് പറയുന്ന വേരിയൻറ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഫോണിൻ്റെ ഒരു ഉപയോഗിക്കുമ്പോൾ ഒരു ഫീലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ക്യാമറ സെറ്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ അത് ചെക്കൗട്ട് ചെയ്യാവുന്നവരൊക്കെ ആണെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോന് താഴെ കമൻ്റ് ആയിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്. ലവ് യു ഓൾ.